അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കസ്റ്റഡിയിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ഒന്നും പറയാനില്ല. അന്വേഷണത്തോടെ എല്ലാം പുറത്തു വരും. കൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം കിളിമാനൂരിലെ വീട്ടിൽ SITയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. തട്ടിയെടുത്ത സ്വർണം എവിടെയെന്ന് കണ്ടെത്താനാണ് രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത്. റിനു ശ്രീധറാണ് കിളിമാനൂർ പുളിമാത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന് മുന്നിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി ചേരുന്നത്. റിനു, ഇപ്പോൾ പരിശോധന തുടങ്ങി മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും SIT സംഘം ഈ വീട്ടിൽ തന്നെ തുടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രഭുത, ശബരിമലയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷണത്തിൽ വ്യക്തമായി. പക്ഷേ ഈ തട്ടിയെടുത്ത സ്വർണം എവിടെ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. നിലവിൽ ഏകദേശം 10 മണിക്കൂറിലധികമാകുന്നു ഈ തിരുവനന്തപുരം പുളിമാത്തുള്ള കിളിമാനൂരിലെ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ആരംഭിച്ചിട്ട് ഇപ്പോഴും പരിശോധന തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രാ വിവരങ്ങളും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വീട്ടിൽ പരിശോധിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 10 മണിക്കൂറിലധികം പൂർത്തിയാകുന്നു. ഏകദേശം വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചു. ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോഴായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രതികരിച്ച അതേ പ്രതികരണം. സത്യം തെളിയും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ കുടുക്കി എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം ആയിരുന്നു എങ്കിൽ ഇന്ന് അന്വേഷണത്തിലൂടെ കൃത്യമായി എല്ലാം തന്നെ തെളിയും എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ ഏകദേശം 8-ലധികം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന ആരോപണം. അതുതന്നെയാണ് വിജിലൻസിന്റെ അന്വേഷണത്തിലും റിപ്പോർട്ടിലും ഒക്കെ തന്നെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു വരുത്തി പരിശോധിക്കുവാൻ അല്ലെങ്കിൽ അന്വേഷിക്കുവാൻ മൊഴിയെടുക്കുവാൻ വേണ്ടി സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള മൊഴി രേഖപ്പെടുത്തലും ഉണ്ടാകും. എന്തായാലും നിലവിൽ സ്വർണ്ണ പാളി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ഏകദേശം 10 മണിക്കൂർ കഴിയുന്നു. ഈ തിരുവനന്തപുരം പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന ആരംഭിച്ചിട്ട് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.